Hello everyone. റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വേക്കൻസീസിൻ്റെ നമ്പർ ഇനി കൂടുമോ? എന്തുകൊണ്ടാണ് 5696 വേക്കൻസീസ് മാത്രം വിളിച്ചത്? ഇതിൽ കൂടുതൽ വേക്കൻസീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നു. വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് കറൻ്റ്ലി ഈ വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് വേക്കൻസീസ് എന്തുകൊണ്ട് ഇത്ര വേക്കൻസീസ്, ഇനി വേക്കൻസീസ് കൂടുമോ, അല്ലെങ്കിൽ ഇനിയും കൂടാൻ സാധ്യതയില്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്, അതായത് റെയിൽവേയിലെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് മാത്രം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് പോകാതെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാം, വേക്കൻസീസ് കൂടുമോ അല്ലെങ്കിൽ വേക്കൻസീസ് കൂടില്ലയോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ചില ഇൻഫർമേഷൻസും നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. കറൻ്റ്ലി 5696 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ കൂടി ഉറപ്പായിട്ടും വേക്കൻസീസ് ഇതിൽ കൂടുതൽ ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കറൻ്റ്ലി അതിൽ കൂടുതൽ, അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയിൽ കൂടുതൽ വേക്കൻസീസ് എന്തായാലും നിലവിലുണ്ട്. ഈ വേക്കൻസി കൊണ്ട് ഒരു കാരണവശാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഫില്ല് ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വേക്കൻസീസിൻ്റെ നമ്പർ കൂടും. ഇത് വെറുതെ നിങ്ങളെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എല്ലാവരും പഠിക്കാനോ വേണ്ടി പറയുന്ന കാര്യമല്ല. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക, നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ കറൻ്റ്ലി ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ റെയിൽവേയിലെ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ, അവരുടെ അസോസിയേഷൻ റെയിൽവേസുമായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ട്മെൻറ്റിൽ അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി വന്ന റിക്രൂട്ട്മെൻറ്റിൽ വേക്കൻസീസ് കുറവാണ് കാണിച്ചിരിക്കുന്നത്, ഇതിൽ കൂടുതൽ വേക്കൻസീസ് അവൈലബിൾ ആണ്. സോ ഇത് കൺസിഡർ ചെയ്തിട്ട് റിക്രൂട്ട്മെൻറ്റിൽ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യണം, എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് നടക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു നോട്ടീസാണ്, ഒരു ലെറ്ററാണ് അവർ അയച്ചിരിക്കുന്നത്. ആ ലെറ്ററാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു ലെറ്റർ ഹെഡിൽ തന്നെ സൗത്ത് സോണിൽ നിന്ന് അയച്ചിരിക്കുന്ന ലെറ്ററാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നോട്ടീസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. ആപ്ലിക്കേഷൻ ദ റെസ്പെക്റ്റഡ് സാർ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഡിസ്പ്രപ്പോർഷണേറ്റ് അഡ്വർടൈസിങ് ഓഫ് വേക്കൻസീസ് ത്രൂ RRB. അതായത് നമ്മുടെ ഇപ്പോൾ വന്ന RRBയുടെ ALPയുടെ നോട്ടിഫിക്കേഷനകത്ത് വന്ന വേക്കൻസീസിലുള്ള ആ ഒരു വ്യത്യാസത്തെ പറ്റിയാണ് ഇവർ ഈ ലെറ്ററിൽ അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം ഫസ്റ്റ് പറയുന്ന പാരഗ്രാഫിൽ പറയുന്നത് 1/2024, അതായത് ALPയുടെ ആദ്യം വന്ന ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം RRB ചെന്നൈയിലും RRB ട്രിവാൻഡ്രം സെൻട്രലിലും, ഇത് രണ്ടും സദേൺ റെയിൽവേയിൽ വരുന്ന ഈ 2 സോൺസിലുമുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് 240 മൊത്തത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ചെന്നൈ 163, ട്രിവാൻഡ്രം 77, അങ്ങനെ ടോട്ടൽ 240 വേക്കൻസീസ് ആണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തൊരു നേരത്തെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ നമ്പർ അല്ല, ഇത്രയും നമ്പർ വേക്കൻസീസ് അല്ല കറൻ്റ്ലി ഉള്ളത്. അവിടെ പറയുന്ന 581 വേക്കൻസീസ് കറൻ്റ്ലി ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്രം ദ എബവ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ദ വേക്കൻസീസ് ഇൻ ലോക്കോ റണ്ണിംഗ് കേഡർ ഈസ് അസ് ഓൺ ഡിസംബർ 2023 ഇസ് 581. അതായത് 240 വേക്കൻസീസ് മാത്രം ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ വന്ന അതേ സ്ഥലത്ത് 581 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ദിസ് വിൽ റാപ്പിഡ്ലി ഇൻക്രീസ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ആസ് ദർ ഇസ് എ ഹ്യൂജ് റിട്ടയർമെൻറ്റ് ഇൻ ദ ഇയർ 2024 ആൻഡ് 25. 2024ലും 25ലും ഇതുകൂടാതെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് റിട്ടയർമെൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ 581 എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ ഉള്ള കാര്യമാണ് പറയുന്നത്, ഡിസംബർ 2023 വെച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം വരുന്ന വർഷങ്ങളിൽ ഹ്യൂജ് റിട്ടയർമെൻറ്റും കൂടി കിടപ്പുണ്ട്. അതുകൊണ്ട് വേക്കൻസീസിൻ്റെ നമ്പർ ഇതിലും ഒരുപാട് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. 240 സ്ഥലത്ത് 581 എന്ന് പറഞ്ഞു, 2 ഇരട്ടിയിൽ കൂടുതലുണ്ട് അല്ലേ. 2 ഇരട്ടിയിൽ കൂടുതൽ നമ്പർ ഓഫ് വേക്കൻസീസ് കിടപ്പുണ്ട് എന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നോട്ടിഫൈ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ഇതിൻ്റെ മാറ്റർ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എവിഡൻ്റ് ആണ് വേക്കൻസീസിൻ്റെ നമ്പർ കൂടുതലാണ്, എന്തുകൊണ്ടാണ് വേക്കൻസീസിൻ്റെ നമ്പർ വളരെ കുറഞ്ഞത് എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും ഈ ഒരു വേക്കൻസീസ് ഫില്ല് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പ്രതീക്ഷ കൊടുത്ത് നിങ്ങൾ വേക്കൻസീസ് ഇനി ഇൻക്രീസ് ചെയ്യും എന്ന് തന്നെ കരുതിക്കൊള്ളുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വെറുതെ വേക്കൻസീസ് കൂടും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സന്തോഷമാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ തരാൻ വേണ്ടിയോ മാത്രമല്ല പറയുന്നത്. ഈ ഒരു ഫാക്റ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വെറുതെ പറയുകയല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങളുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി റെയിൽവേയിൽ ആനുവൽ
കേഡർ റിവ്യൂ എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. കേഡർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി റൺ ചെയ്യുന്ന സ്റ്റാഫുകൾ, അതായത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും റൺ ചെയ്യുന്നത്, അതിലെത്ര സ്റ്റാഫ് റിക്വയർമെൻ്റ് ഉണ്ട്, എത്ര പേര് ഫിൽഡ് ആണ് എന്ന് പറഞ്ഞ് ഒരു ആനുവൽ കേഡർ റിവ്യൂ നടത്താറുണ്ട്. അത് നേരത്തെ മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കറൻ്റ്ലി കൊറോണയ്ക്ക് ശേഷം ഇതുവരെ കൃത്യമായിട്ട് ആനുവൽ കേഡർ റിവ്യൂ ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ വേക്കൻസീസ് തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് നമ്പർ ഓഫ് വേക്കൻസീസ് ഇതിലും കൂടുതലായിരിക്കും എന്നാണ് ഇതിനകത്ത് തന്നെ പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ മറ്റൊരു PDF കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇത് വേക്കൻസി ഡിസംബർ 2023 കേഡർ റിവ്യൂ വഴി വന്ന വേക്കൻസീസ് അല്ലാതെ പല സോഴ്സിൽ ഇതിനകത്ത് ഏറ്റവും അവസാനം പറയുന്നുണ്ട് മറ്റ് പല സോഴ്സിലൂടെയും RTI വഴിയുമൊക്കെ കളക്ട് ചെയ്ത വേക്കൻസീസിൻ്റെ നമ്പറാണ്, കൺസോൾഡേറ്റ് ചെയ്ത വേക്കൻസീസിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കും. ഇപ്പോൾ നോർത്തേൺ റെയിൽവേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോർത്തേൺ റെയിൽവേയിൽ ഈ പറയുന്ന ഡിവിഷൻസിലായിട്ട് സാങ്ഷൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 12,483 ആക്ച്വൽ എത്ര പേരുണ്ടെന്നുള്ളതാണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. 11,359 വേക്കൻസീസ്. അപ്പോൾ ടോട്ടൽ 1,124 വേക്കൻസീസ്. ടോട്ടൽ ലോക്കോ റണ്ണിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയുടെ കാര്യമാണ് പറയുന്നത്. 1,124 വേക്കൻസീസ് അവിടെയുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ സോണിലും ഓരോ ഡിവിഷനിലുമായിട്ടുള്ള വേക്കൻസീസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10,402, 4,367, 3,620 ഇങ്ങനെ ഓരോ സോണിലും ഓരോ സ്ഥലങ്ങളിലുമായിട്ടുള്ള മൊത്തത്തിലുള്ള വേക്കൻസീസ് ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇവിടെ ടോട്ടൽ ബ്രാഞ്ച് 9,509, 10,176 അങ്ങനെ ടോട്ടൽ വേക്കൻസീസ് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഈ വേക്കൻസീസ് എല്ലാം കൂടി നമ്മൾ നോക്കിയാൽ ഇത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസിയാണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് കറൻ്റ്ലി ഉള്ള നമ്പർ ഓഫ് വേക്കൻസി എത്ര ഫില്ലായിട്ടുണ്ടെന്നുള്ളതാണ്. മൂന്നാമത്തേതിനകത്താണ് വേക്കൻസി കറൻ്റ്ലി വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന പൊസിഷൻസ്, അതായത് ടോട്ടൽ വേണ്ട സ്ട്രെങ്ത് ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇനി എത്ര ഫില്ല് ചെയ്യണം. അപ്പം അവസാനത്തെ കോളമാണ് ഇതിൻ്റെ വേക്കൻസി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. എത്ര വേക്കൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും കാണാൻ പറ്റും ട്രിവാൻഡ്രം സെൻട്രലിൻ്റെ കാര്യം തന്നെ ഇവിടെ കാണാൻ പറ്റും. ട്രിവാൻഡ്രം സെൻട്രൽ സൗതേൺ റെയിൽവേയിൽ വരുന്ന ട്രിവാൻഡ്രം സെൻട്രൽ, പാൽഘാട്ട്, ട്രിച്ചി, മധുരൈ, ചെന്നൈ ഇത്രയും സോൺസ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വേക്കൻസീസ് ഇവിടെ പറയുന്നത് ടോട്ടൽ 5,253 റിക്വയർമെൻറ്റ്, 4,672 ഉണ്ട്. ബാലൻസ് 581 വേക്കൻസീസ് ഉണ്ട്. 240ഓളം വേക്കൻസീസ് മാത്രമേ ഇപ്പോൾ കറൻ്റ്ലി നമ്മളെ വിളിച്ചിട്ടുള്ളൂ. 581 അടുത്ത് വരുന്ന നമ്പേഴ്സ് കറൻ്റ്ലി ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഈ വേക്കൻസീസ് ഒരു പക്ഷേ കൂടിയേക്കും വരുന്നൊരു നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റിൽ തന്നെ വേക്കൻസീസിൻ്റെ സ്ട്രെങ്ത് ചിലപ്പോൾ എല്ലാത്തിലും കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമല്ല. ലാസ്റ്റ് 2018-19 വന്ന ആ ഒരു ALPയുടെ നോട്ടിഫിക്കേഷൻ സമയത്ത് തന്നെ വേക്കൻസി രണ്ടാമത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം വേക്കൻസി ആക്ച്വൽ വേക്കൻസി ഇതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് 16,373 ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി താഴെ പറയുന്ന രണ്ട് കാര്യം ശ്രദ്ധിച്ചോളൂ. 2022-23 ആനുവൽ കേഡർ റിവ്യൂ ഹാസ് നോട്ട് ടേക്കൺ ദ നെസസറി നമ്പർ ഓഫ് റണ്ണിംഗ് സ്റ്റാഫ്. സം ഡിവിഷൻ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റാഫ് ഇൻ പ്രീവിയസ് ഇയർ ആസ് സെക്ഷൻ. അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് ആനുവൽ കേഡർ റിവ്യൂ പ്രോപ്പറായിട്ട് പലയിടത്തും നടന്നിട്ടില്ല. പഴയ സാങ്ഷൻഡ് വേക്കൻസീസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേക്കൻസീസ് ഇൻക്രീസ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. മോസ്റ്റ്ലി ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. ഇത് ആക്ച്വൽ ആയിട്ടുള്ള ഇതിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്നാലും ഇതൊരു അപ്രോക്സിമേറ്റ് മനസ്സിലാക്കാനുള്ളൊരു ഡേറ്റയാണ്, ഏകദേശം നമ്മൾ മനസ്സിലാക്കി വെക്കാനുള്ളൊരു ഡേറ്റയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കറൻ്റ്ലി ഉള്ള വേക്കൻസീസിൻ്റെ ഏകദേശം ഒരു സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാവും. ഈ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഒരുപക്ഷെ വേക്കൻസീസ് കൂടാമോ അല്ലെങ്കിൽ കുറയുമോ, എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ എവിഡൻ്റ് ആണ്. നിങ്ങൾക്കിപ്പം ഈ പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. വേക്കൻസീസ് കറൻ്റ്ലി വളരെ കൂടുതൽ, ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്കുള്ളൊരു ആശങ്കയ്ക്ക് ചെറിയൊരു ഉത്തരം ഞാൻ തന്നു എന്ന് കരുതുന്നു. ഇത് ഞാൻ ഒരിക്കലും വേക്കൻസീസ് കൂടിയിരിക്കും എന്നല്ല പറയുന്നത്, വീണ്ടും പറയുകയാണ്, ഇതൊരു സാധ്യതയാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസിൽ നിന്ന് വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് പോവുക. വേക്കൻസീസിൻ്റെ നമ്പർ കുറവാണെന്ന് കരുതി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒരു കാരണവശാലും താഴോട്ട് പോകരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.